എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. ഉണ്ണികൃഷ്ണൻ, നമുക്കറിയാം മലചവിട്ടി സന്നിധാനത്ത് എത്തുക എന്നുള്ളതൊരു പരമ്പരാഗത രീതിയാണ്. ആ രീതി മാറിക്കൊണ്ട് ഇപ്പോൾ റോപ്പ് വേ വരുന്നു. ഇവിടെ ഇപ്പോൾ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തന്നെ മുതിർന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ മറ്റ് സാധന സാമഗ്രികൾ കൊണ്ടുവരുന്നതിനുമായിരിക്കാം കൂടുതലായി ഈ റോപ്പ് വേ ഉപയോഗിക്കപ്പെടുക. എങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം നടത്തുന്നതിനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു. വളരെ കാലമായി ഇതുമായി ബന്ധപ്പെട്ട പ്രക്രിയകൾ നടന്നു വരികയായിരുന്നു. ഈ ഒരു കാര്യം പരിശോധിക്കുമ്പോൾ ഇത് എത്ര കാലയളവിൽ ഈ ഒരു പഠനം നടത്തണമെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നുണ്ടോ? ജോയ്, ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഈ റോപ്പ് വേ പദ്ധതി. പമ്പയിൽ നിന്നും മാളികപ്പുറം വരെയുള്ള റോപ്പ് വേയുടെ ഒരു പ്രാഥമിക രൂപരേഖ വളരെ നേരത്തെ തന്നെ തയ്യാറായതാണ്. 2014 ഇതുമായി ബന്ധപ്പെട്ട കമ്പനികളെ നിശ്ചയിക്കുകയും ചെയ്തു. അനുമതി ലഭ്യമാക്കുന്നതിനായി 1 വർഷത്തെ നടപടികൾ, അതിനുശേഷം 3 വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കാം. 2019 ഈ റോപ്പ് വേ നിലവിൽ വരണം എന്ന തരത്തിലാണ് പ്രാരംഭ ചർച്ചകൾ നടന്നിരുന്നത്. എന്നാൽ പിന്നീട് വലിയ തരത്തിലുള്ള കാലതാമസം തന്നെ ഈ പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയായിരുന്നു. ഇപ്പോൾ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പ്രാഥമികമായ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയായതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ വേഗത്തിലാകുന്നതിന് അത് വഴിയൊരുക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. മറ്റ് നിരവധി അനുമതികൾ കൂടി ഈ പദ്ധതിക്ക് വേണ്ടി ലഭ്യമാക്കേണ്ടതുണ്ട്. റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെയാണ് ഈ റോപ്പ് വേ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചില മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരാം. മറ്റു ചില മരങ്ങളുടെ നീളം വെട്ടിക്കുറയ്ക്കേണ്ടതൊക്കെയായി വരുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വലിയ വിസ്തീർണത്തിലൂടെ കടന്നു പോകുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ അത്തരത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾക്ക് ആവശ്യമായ വനാനുമതിയും മറ്റും ലഭ്യമാക്കേണ്ടതുണ്ട്. ആ നടപടികൾ കൂടി പൂർത്തിയായാൽ മാത്രമേ ഈ പദ്ധതിക്ക് അന്തിമമായി അത് ഒരു നിർമ്മാണം തുടങ്ങുന്നതിലേക്കുള്ള കാര്യങ്ങൾ എത്തും. ഇനി നിർമ്മാണത്തിന് അനുമതി ലഭിച്ചാൽ അതിന് കൂടി നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ജോയ് സൂചിപ്പിച്ചതുപോലെ തന്നെ മലചവിട്ടി സന്നിധാനത്തെത്തുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു റോപ്പ് വേ വരാൻ പോകുന്നു എന്നത് ഒരു ശബരിമലയിൽ നടക്കാൻ പോകുന്ന ആധുനികമായ ഒരു പദ്ധതികളുടെ കൂടി ഒരു സൂചനയായി തന്നെ മാറുമെന്ന കാര്യം ഉറപ്പാണ്. ഉണ്ണികൃഷ്ണൻ, ഇവിടെ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായി ചർച്ചകളും അതുപോലെ തന്നെ ഇതെങ്ങനെ നടപ്പാക്കും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇനി ഇപ്പോൾ ഈ ഒരു പാരിസ്ഥിതിക പ്രത്യാഘാത പഠനം നടത്താനൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നൊരു സാഹചര്യത്തിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ശബരിമലയുടെ ഒരു പ്രത്യേകത കണക്കിലെടുത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഈ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായി ഒരുപക്ഷെ ഇതിനെ സ്വാഗതം ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. മറ്റു പല തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഉത്തരേന്ത്യയിലും മറ്റുമൊക്കെ മലമുകളിലും മറ്റും സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള റോപ്പ് വേ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ കേരളത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ഒരു റോപ്പ് വേ പദ്ധതി നിലവിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ അതിനെ സ്വാഗതം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും പരിസ്ഥിതി ആശങ്കകൾ ഏതു തരത്തിൽ ഈ പദ്ധതി ഉണ്ടാക്കുമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. വന്യജീവി സങ്കേതത്തിലൂടെയും മറ്റും കടന്നു പോകുന്ന സാഹചര്യത്തിൽ കൂടുതൽ മരങ്ങൾ മുറിക്കേണ്ടി വരുമോ, പരിസ്ഥിതി സൗഹാർദ്ദപരമായ രീതിയിലുള്ള മാലിന്യ നിർമ്മാർജ്ജനവും മറ്റും സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയുള്ള ഉറപ്പുകളും മറ്റും ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഉറപ്പുകൾ കമ്പനി പ്രാഥമികമായി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി മന്ത്രാലയത്തിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ചെറിയ തോതിലുള്ള മാലിന്യങ്ങൾ മാത്രമേ ഈ ഇത്തരത്തിലുള്ള പദ്ധതി അതിന്റെ ബേസ് സ്റ്റേഷനിലും മറ്റും ഉണ്ടാക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്കിടയില്ല എന്നാണ് കമ്പനി പരിസ്ഥിതി മന്ത്രാലയത്തിൽ നൽകിയിരിക്കുന്ന വിശദീകരണം. ഏതായാലും പരിസ്ഥിതി പ്രവർത്തകരുടെ കൂടി അഭിപ്രായം അറിയേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ. തീർച്ചയായും നമുക്ക് പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായത്തിലേക്ക് അല്പസമയത്തിനകം എത്താം. ഉണ്ണികൃഷ്ണൻ, ഇവിടെ ഈ പമ്പ മുതൽ സന്നിധാനം വരെയാണ് ഈ റോപ്പേയുടെ ഒരു നിർമ്മാണം, അല്ലെങ്കിൽ അത്ര ദൂരമാണ് ഈ റോപ്പേ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കുറച്ചുകൂടി നീട്ടണമെന്നുള്ള അഭിപ്രായം പ്രധാനമായി ഈ കമ്പനി തന്നെ ഉന്നയിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ 2014 ഇത് തുടങ്ങിയത്. ഇത് എന്ന് അവസാനിപ്പിക്കാൻ കഴിയും? അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നുണ്ടോ? ജോയ്, അതായത് ഈ പദ്ധതി തുടക്കത്തിൽ നിലയ്ക്കലിൽ നിന്നും തുടങ്ങണമെന്ന ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡിലെ ചിലർ തന്നെ ആ അഭിപ്രായം പരസ്യമായി പങ്കുവച്ചതാണ്. നിലയ്ക്കലിൽ നിന്ന് മാളികപ്പുറം വരെ റോപ്പ് വേ തുടങ്ങുകയാണെങ്കിൽ സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വലിയ തരത്തിൽ അത് സഹായകരമാകും. ഒപ്പം ട്രാഫിക് പ്രശ്നങ്ങളും മറ്റും അതുമൂലം ഉണ്ടാകുന്ന ട്രാഫിക് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുമെന്ന ഒരു അഭിപ്രായമാണ് ഉയർന്നിരുന്നത്. കമ്പനിയെ ഇക്കാര്യം അറിയിച്ചിരുന്നെങ്കിൽ കൂടിയും അവർ കുറച്ചുകൂടി അതിന്റെ ദൈർഘ്യം വെട്ടിക്കുറച്ചുകൊണ്ട് പമ്പയിൽ നിന്ന് തുടങ്ങുന്നതായിരിക്കും അനുമതി ലഭ്യമാക്കുന്നതിനും മറ്റും ഉചിതമെന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി രേഖ പരിസ്ഥിതി മന്ത്രാലയത്തിന് നൽകിയിരുന്നത്. നിലവിൽ സാധന സാമഗ്രികൾ
സന്നിധാനത്ത് എത്തിക്കുന്നതിന് വലിയ തരത്തിലുള്ള ചിലവ് വരുന്നുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഒന്നുകിൽ കഴുതപ്പുറത്തേറ്റിയും അല്ലെങ്കിൽ ട്രാക്ടറിലൂടെയും മറ്റുമാണ് ഇത്തരത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പതിവുള്ളത്. കാരണം ചെങ്കുത്തായ വഴിയായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഗതാഗത മാർഗങ്ങളിലൂടെ ഈ സാധന സാമഗ്രികൾ കൊണ്ടുപോകാനുള്ള മാർഗമുള്ളൂ. നിലവിൽ ഈ റോപ്പ് വേ വരുന്നതോടുകൂടി അത്തരത്തിലുള്ള ചിലവ് കുറയ്ക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പൂജാവസ്തുക്കളും മറ്റും തന്നെ വളരെ എളുപ്പം ഈ റോപ്പ് വേയിലൂടെ കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് ദേവസ്വം വകുപ്പ് അടക്കം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. ഞാൻ അല്പസമയത്തിനകം തിരിച്ചെത്താം. ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഹരീഷ് വാസുദേവൻ, ശബരിമലയിലെ റോപ്പ് വേ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതിക്കായുള്ള ആദ്യ കടമ്പ കടന്നിരിക്കുന്നു. അതായത് റോപ്പ് വേ നിർമ്മിക്കാൻ പരിസ്ഥിതി പ്രത്യേകത പഠനം നടത്തുന്നതിന് അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പമ്പ മുതൽ സന്നിധാനം വരെ റോപ്പ് വേ വരാൻ പോകുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, പെരിയാർ വന്യജീവി സങ്കേതം അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഈ ശബരിമല. എത്രത്തോളം ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ കഴിയും? എന്താണ് താങ്കളുടെ ഒരു പരിസ്ഥിതി പ്രവർത്തകൻ എന്ന നിലയിൽ താങ്കളുടെ ഒരു നിരീക്ഷണം? ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിനകത്താണ്. അതിന്റെ ഏറ്റവും കോർ മേഖലയ്ക്കകത്താണ്. ശബരിമലയുടെ പ്രാധാന്യം നമുക്കറിയാം. ശബരിമലയുടെ ഐതിഹ്യത്തിന്റെ ഭാഗമാണ് കാനനവാസനാണ് അയ്യപ്പൻ. സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ ഭക്തി ഉള്ളവർ ആഗ്രഹിക്കുന്നത് ആ കാനനം അതിന്റെ പവിത്രതയോടുകൂടി നിലനിൽക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്കറിയാം, അവിടെ വരുന്ന തിരക്കും തള്ളിച്ചയും ഓരോ വർഷവും വർദ്ധിക്കുന്നത് വഴി വനം കൂടുതൽ വനേതര പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ ഉള്ള ഡിമാൻഡ് ദേവസ്വം ബോർഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അന്തിമമായ ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളത് ടൈഗർ റിസർവിനകത്തുനിന്ന് എടുക്കാൻ കഴിയുന്ന പരമാവധി വനഭൂമി അനുവദിച്ചുകൊണ്ടും പരമാവധി വനേതര പ്രവർത്തനങ്ങൾ അവിടെ നടത്തിക്കൊണ്ടും, എന്നാൽ അതിനൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതായിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ മാസ്റ്റർ പ്ലാൻ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമാണോ ഈ റോപ്പ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്ന് മാത്രമല്ല, പിന്നീട് അവിടെ നടന്ന പല നിർമ്മാണ പ്രവർത്തനങ്ങളും ശബരിമലയുമായി ബന്ധപ്പെട്ട വനേതര പ്രവർത്തനങ്ങളും മാസ്റ്റർ പ്ലാൻ ലംഘിച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ശബരിമല അതിന്റെ ചുറ്റുപാടുമുള്ള ആവാസ വ്യവസ്ഥയ്ക്ക് കടുത്ത ആഘാതം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ റോപ്പ് വേ അതിന്റെ ആക്കം വർദ്ധിപ്പിക്കുകയുള്ളൂ. മാത്രമല്ല, റോപ്പ് വേ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ടൈഗറിന്റെ ഹാബിറ്റാറ്റിനെ അത് വളരെ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. പഠനം നടത്തുന്നതിൽ തെറ്റില്ല, പഠനം നടക്കട്ടെ. പക്ഷെ ആ പഠനം നടത്തിയതിനു ശേഷം ആഘാതം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അവിടെ ചെല്ലുന്ന മനുഷ്യരുടെ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ വളരെ എണ്ണത്തിൽ കുറച്ച് അവശേഷിക്കുന്ന കടുവയുടെ അതിന്റെ ആവാസ വ്യവസ്ഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ഹരീഷ് വാസുദേവൻ, ഇവിടെ നമുക്കറിയാം, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ലക്ഷക്കണക്കിന് പേർ എത്തുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. അവിടെ പ്രായമായവർ ഉൾപ്പെടെ ഉള്ളവർ എത്തുന്നുണ്ട്. ട്രോളി സംവിധാനം അടക്കമുള്ളവയാണ് ഇത്തരം പ്രായമായവർ, മല ചവിട്ടാൻ കഴിയാത്തവർ ഉപയോഗിക്കുന്നത്. ഈ മറ്റ് സാധന സാമഗ്രികൾ കൊണ്ടുപോകുന്നതിനും ഈ മറ്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം, ഈ ഉയർന്ന പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ നോർത്ത് ഇന്ത്യയിലായാലും മറ്റ് സ്ഥലങ്ങളിലുമായാലും നമ്മൾ അറിയാവുന്നതാണ്. അവിടെയെല്ലാം ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി കൂടിയാണ് ഇവിടെ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ഇന്ത്യയിൽ മറ്റേത് തീർത്ഥാടന കേന്ദ്രം നിലനിൽക്കുന്നതും നമുക്ക് ശബരിമലയായി തുലനം ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പെരിയാർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൈഗർ റിസർവുകളിൽ ഒന്നാണ്. പലപ്പോഴും അത് റാങ്കിങ്ങിൽ ഒന്നാമതായി വരുന്നതാണ്. പശ്ചിമഘട്ടത്തിൽ അത്ര പരിസ്ഥിതി പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഉണ്ടാവുന്ന ഡിമാൻഡിനനുസരിച്ച് നാം വനത്തെ ട്രീറ്റ് ചെയ്ത് തുടങ്ങിയാൽ, അല്ലെങ്കിൽ പൊതു സമൂഹത്തിന് ആവശ്യമുള്ളതിന്റെ അളവിൽ നമ്മൾ വനം മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചു തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ പെരിയാർ ടൈഗർ റിസർവിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ, പെരിയാർ ടൈഗർ റിസർവ് എന്ന നമ്മുടെ കണ്ടിന്യൂവേഷൻ ഉള്ള ഒരു ടൈഗർ ഹാബിറ്റാറ്റ് തന്നെ ഇല്ലാതാവുകയാണ് ഫലത്തിലുണ്ടാവുക. ഇപ്പോൾ ശബരിമലയിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ സീസണിൽ പോലും നിരവധി ആനകൾ
മറ്റ് നിരവധി വന്യജീവികൾ ഒക്കെ ആ കോറിഡോറിനെ തന്നെ ബാധിക്കുന്നുണ്ട്. അതെല്ലാം തന്നെ റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം കൂടുതൽ പുതിയ ദോഷകരമായ സംവിധാനങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് അപകടകരമാണ്. ഏതായാലും പരിസ്ഥിതി ആഘാത പഠനം ഒരു ശാസ്ത്രീയമായ പഠനമാണ് നടക്കുന്നതെങ്കിൽ ഇതെല്ലാം അതിൽ വെളിവാവുകയും കൂടുതൽ ആളുകൾ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ റോപ്പ് വേ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുകയാണുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. ശാസ്ത്രീയമായ ഒരു പഠനം ഇക്കാര്യത്തിൽ നടക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും. ശ്രീ സി ആർ നീലകണ്ഠൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ സി ആർ നീലകണ്ഠൻ, എന്തായാലും ശബരിമലയിലെ റോപ്പ് വേ സംബന്ധിച്ചുള്ള ആ ഒരു പഠനം നടത്താനുള്ള ഒരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. താങ്കളുടെ അഭിപ്രായത്തിൽ ഈ റോപ്പ് വേയുടെ ആവശ്യകത എത്രത്തോളമുണ്ട്? പരിസ്ഥിതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ റോപ്പ് വേ സംവിധാനം സൃഷ്ടിക്കുമെന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പാരിസ്ഥിതികമായി ദോഷകരമാണ് റോപ്പ് വേ. പക്ഷേ നേരത്തെ ഹരിസ്വാസവും പറഞ്ഞതുപോലെ നിലവിലുള്ള നാശത്തേക്കാൾ കുറവായ തരത്തിലൊരു ഓൾട്ടർനേറ്റീവ് എന്നാണെങ്കിൽ നമുക്കത് പരിശോധിക്കേണ്ടി വരും. അതിന് കാരണം ഒന്ന്, ഇപ്പൊ റോപ്പ് വേ നിർമ്മിക്കുമ്പോൾ നിരവധി കാലുകൾ വനത്തിനകത്ത് ഇടേണ്ടി വരും. വനത്തിനകത്തെ കാല് ഇതിപ്പോ ടവർ പോലെയുള്ള ഇതിട്ടിട്ടാണ് റോപ്പ് വേ ഓടുന്നത്. അപ്പൊ നിത്യഹരിതം അല്ലെങ്കിൽ അതുപോലെയുള്ള സാങ്ച്വറിക്കകത്ത് റിസർവിനകത്ത് നിങ്ങൾ കാലിടുക എന്ന് പറഞ്ഞാൽ വലിയൊരു നിർമ്മാണ പ്രവർത്തനം അവിടെ വേണ്ടി വരും ടവറിടാൻ. ആ നിർമ്മാണ പ്രവർത്തനം എത്രത്തോളം ബാധിക്കും എന്ന തുടങ്ങിയുള്ള പ്രശ്നങ്ങളുണ്ട്. രണ്ട്, ഇത് പോകുന്ന സ്ഥലങ്ങളുടെ ടെറൈൻ ഉയരം താഴ്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആനകളുടെ അതുപോലെയുള്ള മറ്റ് ജീവികളുടെ സഞ്ചാരപഥം, പക്ഷികളുടെ സഞ്ചാരപഥം, ഇതൊക്കെ ഒരു ടൈഗർ റിസർവിനെ നമ്മൾ നോക്കേണ്ടി വരും. അതൊക്കെ നോക്കിക്കൊണ്ട് മാത്രമേ ഇതിന്റെ പാരിസ്ഥിതിക ആഘാതം നിർണ്ണയിക്കാൻ പറ്റൂ. രണ്ടാമത്തെ വിഷയം, ഇപ്പൊ ഏതായാലും പഠിക്കുകയാണ്, ഞാനത് സമ്മതിക്കുന്നു, പഠിച്ചിട്ട് വരട്ടെ അതിന്റെ പാരിസ്ഥിതികാഘാതവും സാമൂഹ്യാഘാതവും. ഇതുവഴി ഈ ഇപ്പോഴും അതാണ് പ്രശ്നം, ഇപ്പോഴും വഴി പുതിയ രീതി, പുതിയ കാര്യങ്ങൾ അതിനുവേണ്ടി വനം നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രദേശം നമുക്ക് വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുള്ള പ്രദേശം വനത്തിന് വിട്ടുകൊടുക്കുക, ഗതാഗതം പകരം ഈ റോപ്പ് വേ മതി എന്നാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഇത് അഡ്വാൻറ്റേജസ് ആവും. അത് വിലയിരുത്തപ്പെടണം. പക്ഷെ അങ്ങനെ വിലയിരുത്താനുള്ള ഒരു സാധ്യത നമ്മുടെ നാട്ടിൽ ഇല്ല എന്നതാണ് പ്രശ്നം. ഏതെങ്കിലും ഒരു പദ്ധതി വന്നാൽ ഉടനെ അതിന്റെ പേരിൽ വനം നശിപ്പിക്കാനുള്ള എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ അത് ചെയ്യുക എന്നതാണ് നമ്മുടെ പൊതു ഭരണകൂടങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും കോൺട്രാക്ടർമാരുടെയും ഒക്കെ നിലപാട്. ആ ഭയമുള്ളത് കൊണ്ടാണ് ഓരോ പുതിയ പദ്ധതി വരുമ്പോഴും നമുക്കിത് കൂടുതൽ വിനാശകരമാവും എന്ന ഭയമുള്ളത്. അത് ആ ഒരു കാര്യം കണക്കിലെടുത്തിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. പഠനം നടക്കണ്ടെന്നല്ല, പഠനം നടക്കുമ്പോൾ ഈ കാര്യം കൂടി പരിഗണിക്കുന്ന തരത്തിൽ ഞാൻ ശ്രീ ആർ നീലകണ്ഠനിലേക്ക് എത്താം. ഉണ്ണികൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ തുടരുന്നു. ഉണ്ണികൃഷ്ണൻ, ഇവിടെ ഇപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട രണ്ട് വ്യക്തികൾ നടത്തിയ പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത്. ആ ഒരു ആശങ്ക പ്രധാനമായി ഉയരുന്നുണ്ട്. ഈ മരങ്ങൾ നശിപ്പിക്കപ്പെടും, പ്രത്യേകിച്ചും വന്യജീവികൾ നിരവധിയുള്ള ഒരു പ്രദേശമാണ്, പെരിയാർ വന്യജീവി സങ്കേതമാണ്. അപ്പോൾ അതിനൊക്കെ കോട്ടം തട്ടുന്ന തരത്തിലായി മാറുമെന്നുള്ളൊരു ആശങ്കയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഈ പദ്ധതി എത്രത്തോളം നടപ്പാക്കുമെന്നുള്ളൊരു പ്രശ്നം കൂടി വരികയല്ലേ? ഇത്തരത്തിലുള്ള ആശങ്കകൾ ഉയരുന്നു എന്നത് ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ അവർ വളരെ യുക്തിസഹമായ ചില നിലപാടുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതായത് നിലവിലുള്ള സംവിധാനത്തിന് ഒരു ബദൽ സംവിധാനമാവുകയാണെങ്കിൽ അത് സ്വീകാര്യകരമാണ്, അതിന്റെ സാധ്യതകൾ പരിശോധിക്കപ്പെടണം. അതേസമയം പരിസ്ഥിതിക്ക് കോട്ടം തട്ടരുത്, ഈ രണ്ട് നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ അവർ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നു എന്നൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതികൾ ലഭ്യമാക്കുമ്പോൾ ഈ പദ്ധതിയുടെ നടത്തിപ്പുകാർക്ക് തന്നെ ഇത്തരത്തിലുള്ള ഉറപ്പുകൾ നൽകേണ്ടി വരുമെന്ന കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദേശീയ വന്യജീവി ബോർഡിന്റെ അനുമതി ലഭ്യമാക്കേണ്ടതുണ്ട്. വനം വകുപ്പിന്റെ, സംസ്ഥാന വനം വകുപ്പിന്റെ അനുമതി ഒരുപക്ഷെ ഈ പദ്ധതിക്ക് ലഭിക്കാനുള്ള സാധ്യത തന്നെ ഉണ്ട്. കാരണം സംസ്ഥാന ദേവസ്വം ബോർഡ് അടക്കം ഈ പദ്ധതിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള അനുമതികൾ ലഭ്യമാക്കേണ്ട ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ അവർക്ക് പങ്കുവയ്ക്കേണ്ടി വരും. ഏതായാലും ഈ പരിസ്ഥിതി പ്രത്യാഘാത പഠനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ നടക്കുക. അതിലെല്ലാ ആശങ്കകളും പരിശോധിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി തേടി അത് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണമെന്ന് ഈ പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിദഗ്ധ സമിതി വ്യക്തമാക്കുന്നതിലൂടെ മനസ്സിലാക്കേണ്ടത്. അതായത് പരിസ്ഥിതി പ്രവർത്തകരുടെ ആശങ്കകൾ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും അന്തിമമായി പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ പരിഗണനയ്ക്ക് എത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. തീർച്ചയായും ശബരിമലയിലെ റോപ്പ് വേ പദ്ധതിക്ക് പരിസ്ഥിതി അനുമതിക്കായുള്ള ആദ്യ കടമ്പ കടന്നിരിക്കുന്നു. റോപ്പ് വേ നിർമ്മിക്കാൻ പരിസ്ഥിതി പ്രത്യാഘാത പഠനം നടത്താനുള്ള ഒരു അനുമതിയാണ് ലഭ്യമായിരിക്കുന്നത്. പരിസ്ഥിതി ആഘാത പഠനം നടത്തിയതിന് ശേഷമായിരിക്കും
ഈ പദ്ധതി ഏതു തരത്തിൽ നടപ്പാക്കാൻ കഴിയും എന്നുള്ളത് അറിയാൻ കഴിയുക. 2014 ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. 2019 ഈ ഒരു പദ്ധതി ശബരിമലയിൽ നടപ്പാകുമോ എന്നുള്ളത് ഈ പഠനത്തിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുകയായിരുന്നു ശ്രീ ഹരീഷ് വാസുദേവനും ശ്രീ CR നീലകണ്ഠനും. ശ്രീ ഉണ്ണികൃഷ്ണനും.